ഒരു കളിക്കുന്ന ഗ്രൗണ്ട് അത് ഫിഫയുടെ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുന്ന ഗ്രൗണ്ട് ആയിരിക്കണം. അങ്ങനെ ഗ്രൗണ്ട് നമുക്കുണ്ടോ? ഇത് കൊച്ചിയിലെ ഗ്രൗണ്ടിൽ കളിക്കാൻ കൊള്ളില്ല എന്ന് നാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ കഴിഞ്ഞ ദിവസമാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളേറ്റവും മികച്ച സ്റ്റേഡിയം എന്ന് പറയുന്നത് കലൂരിലെയാണ്. അത് കളി നടത്താൻ കൊള്ളില്ല എന്ന് നമ്മളുടെ ഫുട്ബോൾ അസോസിയേഷൻ തന്നെയാണ് 2 ദിവസം മുമ്പാണ് അവരത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫിഫയുടെ സ്റ്റാൻഡേർഡ്സിനനുസരിച്ച് അപ്ഗ്രേഡ് ചെയ്യണ്ടേ? അത് ഒരു ദിവസമൊന്നും അല്ലെങ്കിൽ അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമാണോ? അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിനകത്തുണ്ട്. AFA സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പം കേരളത്തിൽ വന്ന് കളിക്കണം അല്ലെങ്കിൽ ഇന്ത്യയിൽ വന്ന് കളിക്കണം എന്നൊരു യാതൊരു ആവശ്യമില്ല. അവരെന്തിനായി കളിക്കാൻ പോകണമെന്നറിയോ? ഭയങ്കര തമാശയാണ്. അർജൻറ്റൈൻ ഫുട്ബോൾ ടീം ഭയങ്കര സംഭവമാണ്, ലോകകപ്പ് പിടിച്ച ടീമാണെന്നൊക്കെ ശരി. പക്ഷേ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ആ ഫുട്ബോൾ അസോസിയേഷൻ പോകുന്നത്. അതിൻ്റെ കുറേ രസകരമായ വാർത്തകൾ കഴിഞ്ഞ 1.5 വർഷത്തിനുള്ളിൽ വന്നിട്ടുണ്ട്. പുല്ലുമുളച്ച് കിടക്കുന്ന അവിടുത്തെ മൈതാനങ്ങളെക്കുറിച്ച്, അവരുടെ സ്റ്റാഫിന് ശമ്പളം കൊടുക്കാൻ പറ്റാഞ്ഞിട്ട് സ്റ്റാഫിനെ പിരിച്ചു വിട്ടത്, ചില ആളുകൾക്ക് മെസ്സി തന്നെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് കൊടുത്ത കഥകളൊക്കെ ഉണ്ട്. അപ്പോൾ അർജൻറ്റീന മൊത്തത്തിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ ഇൻഫ്ലേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. അവരുടെ ഫണ്ട് കണ്ടെത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴിയായി കാണുന്നതാണ് ഈ സ്വഭാവത്തിലുള്ള ടൂറുകളെന്ന് പറയുന്നത്. അപ്പോൾ അതിന് അവർ മേടിക്കുന്ന അപ്പിയറൻസ് ഫീ ആണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ഇപ്പോഴത്തെ ഒരു റവന്യൂ മോഡൽ എന്ന് പറയുന്നത്. ഈ കൊടുക്കുന്ന പൈസയുടെ 70% അപ്പിയറൻസ് ഫീ ആയിട്ടാണ് പോകുന്നത്, മനസ്സിലാക്കണം. അപ്പോൾ അവരെ സംബന്ധിച്ച് അപ്പിയറൻസ് ഫീ എത്രയും ബാർഗെയിൻ ചെയ്യാൻ പറ്റും. കാരണം അവരിപ്പോൾ ലോകകപ്പ് കൈ പിടിച്ചുകൊണ്ടിരിക്കുന്ന മെസ്സിയുടെ ടീമാണ്. അപ്പോൾ മെസ്സിയെ എന്ന ബ്രാൻഡിനെ വിറ്റുകൊണ്ട് പൈസ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. അതിപ്പോൾ ചൈനയിലാണെങ്കിലും വേണ്ടിയില്ല, ഖത്തറിലാണ് വേണ്ടിയില്ല, അങ്കോളയിലാണ് വേണ്ടിയില്ല, യുഗാണ്ടയിലാണ് വേണ്ടിയില്ല, എവിടെയാണെങ്കിലും അവർ പോകും. പക്ഷേ അവർക്ക് എന്ത് വേണം? കാശ് വേണം. അവർ ഈ പറയുന്ന സ്റ്റാൻഡേർഡ്സ് എല്ലാം മീറ്റ് ചെയ്യണം. അതുകൊണ്ട് ആ പൈസ നമ്മൾ കൊടുത്താൽ, ആ പൈസ കൊടുത്ത് ഈ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്താൽ അവർ വരും. പക്ഷേ ഈ പറയുന്ന ഷെഡ്യൂളിൽ വരും എന്ന് ഒരു നിലക്കും, കാരണം ഇത് ഓംലെറ്റ് ഉണ്ടാക്കുന്ന പരിപാടിയല്ലല്ലോ. ഗ്രൗണ്ട് എലവേറ്റ് ചെയ്യുക, സ്റ്റാൻഡേർഡ്സ് അപ്ഗ്രേഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ടോപ്പ് 50 ഒരു ടീമിനെ കണ്ടെത്തുക, അവരുമായിട്ട് അഗ്രിമെൻ്റ് എത്തുക, ഇതൊന്നും അത്ര വേഗത്തിൽ നടക്കുന്ന, അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് മന്ത്രിയോ അല്ലെങ്കിൽ സ്പോൺസർ കമ്പനിയുടെ MDയും അവരിങ്ങനെ അവർ ആത്മവിശ്വാസം പറയുന്നുണ്ട്, അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല.